നെയ്യാറ്റിൻകര കൊറ്റാമത്താണ് നമ്മളുള്ളത്. ഈയിടെയായി വാർത്തകൾ നിറഞ്ഞ ഒരു ദുരന്ത സംഭവമുണ്ട്. അവിടെ 31 വയസ്സുകാരിയായ ഒരു ദന്ത ഡോക്ടർ ടോയ്ലറ്റിൽ കഴുത്ത് അറുത്ത് മരിച്ച നിലയിൽ കിടക്കുന്നു എന്ന വാർത്ത. അത് കണ്ടെത്തിയത് ഭർത്താവാണ്. പക്ഷെ അന്നേ ദിവസം ഭർത്താവിനൊപ്പം അല്ലായിരുന്നു ഈ സൗമ്യ ഉറങ്ങാൻ കിടന്നത്. ഭർത്തൃമാതാവിന് കാലിൽ ആക്സിഡന്റ് പറ്റി ഫ്രാക്ചറായി കിടക്കുന്നത് കൊണ്ട് അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സഹായിയായി സൗമ്യ കൂടി എന്നും അവരോടൊപ്പമാണ് ഉറങ്ങുന്നത്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച 10:30 ഇരുവരും ഉറങ്ങാൻ കിടന്നു. അന്ന് അർദ്ധരാത്രി കഴിഞ്ഞു. ഏകദേശം 1 മണിക്ക് ശേഷം ഈ സൗമ്യയെ അടുത്ത് കാണാതായപ്പോൾ ഭർത്തൃമാതാവ് ഫോണിൽ വിളിച്ച് പറയുകയായിരുന്നു മകനോട്, ഇങ്ങനെ സൗമ്യയെ കാണുന്നില്ല എന്ന്. അങ്ങനെ തിരയുന്നതിനിടയിലാണ് ഈ വീട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ ടോയ്ലറ്റിൽ റെസ്റ്റിലും ഏതാനും മുറിവുകളുണ്ട്. കഴുത്തിൽ വളരെ ആഴത്തിലുള്ള മുറിവും ഉണ്ടായിരുന്നു. കാരണം എന്ത് എന്ന് ആർക്കും അറിയില്ല. കുറച്ച് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ് എന്നാണ് ബന്ധുക്കളുടെ പറച്ചിൽ. പക്ഷേ നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നവർക്കെല്ലാം മാനസിക പ്രശ്നങ്ങളും കൊലപാതകിക്ക് ലഹരി അഡിക്റ്റായ ഒരു പ്രശ്നവും ഒക്കെയാണ് നമ്മൾ പ്രാഥമിക നിഗമനത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്ന കാര്യം. എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടെങ്കിൽ തെളിയട്ടെ. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മൃതദേഹം മാറ്റി ഓട്ടോപ്സിയൊക്കെ ചെയ്തു. ഇൻക്വസ്റ്റ് തയ്യാറാക്കി പാറശാല പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ബന്ധുക്കളോട് ചോദിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഇതിന്മേൽ യാതൊരു ദുരൂഹതയും ഇല്ല എന്നും പറയുന്നു.